ഇന്ത്യയിലെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ സാന്നിധ്യം ശക്തമാക്കി ലുലു ഗ്രൂപ്പ്. ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായും മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുതിയ നിക്ഷേപങ്ങൾക്ക് ധാരണ. ഇതിന്റെ ഭാഗമായി കർണാടകയിലെ വിജയപുര ജില്ലയിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കും. ദാവോസിൽ വെച്ച് കർണാടക വ്യവസായ മന്ത്രി MB പാട്ടീൽ MA യൂസഫ് അലിയുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയായി. ഈ മേഖലയിൽ 300 കോടി രൂപ മുതൽ മുടക്കാനാണ് ലുലു തീരുമാനം. വിജയപുരയ്ക്ക് പുറമെ കലബുർഗി, ബിജാപൂർ ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിൽ നിന്നും കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് കയറ്റുമതി ചെയ്യാനും ലുലു ഉദ്ദേശിക്കുന്നതായും MA യൂസഫ് അലി പറഞ്ഞു. നിലവിൽ ബംഗളൂരുവിൽ ലുലു മാളും ലുലു ഹൈപ്പർ മാർക്കറ്റും ഗ്രൂപ്പിനുണ്ട്. തെലങ്കാനയിൽ ലുലു പ്രഖ്യാപിച്ച പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് യൂസഫ് അലി കൂടിക്കാഴ്ചയ്ക്കിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ അറിയിച്ചു. സംസ്ഥാനത്ത് 3500 കോടി രൂപയുടെ നിക്ഷേപത്തിൽ ഷോപ്പിംഗ് മാൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം എന്നിവ ആരംഭിക്കാനാണ് ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്നത്. ഇതുകൂടാതെ ഉൾനാടൻ മത്സ്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാനും ലുലുവിന് പദ്ധതിയുണ്ട്. പുതിയ സർക്കാർ എല്ലാ സഹകരണങ്ങളും ലുലു ഗ്രൂപ്പിന് നൽകുമെന്നും തെലങ്കാന മുഖ്യമന്ത്രി യൂസഫ് അലിയോട് വ്യക്തമാക്കി. തെലങ്കാനയിലെ ഭരണമാറ്റം സംസ്ഥാനത്തെത്തുന്ന നിക്ഷേപകർക്കോ നിക്ഷേപങ്ങൾക്കോ യാതൊരു പ്രയാസങ്ങളും ഉണ്ടാക്കില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വ്യവസായ മന്ത്രി ശ്രീധർ ബാബു ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. തെലങ്കാനയിലെ ആദ്യത്തെ ലുലു മാൾ ഹൈദരാബാദിൽ കഴിഞ്ഞ വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ എന്നിവരുമായും യൂസഫ് അലി കൂടിക്കാഴ്ച നടത്തി. ദാവോസ് സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്നും രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ 3000-ലധികം പ്രതിനിധികളാണ് എത്തിയിട്ടുള്ളത്. 5 ദിവസത്തെ ഉച്ചകോടി വെള്ളിയാഴ്ച സമാപിക്കും.